സംസ്ഥാന നേതാവിനെതിരെ വിജിലൻസ് അന്വേഷണം SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂരിനെതിരെ സ്കൂളിലെത്താതെ ഹാജർ പട്ടികയിൽ ഒപ്പിട്ട് ശമ്പളം വാങ്ങുന്നുവെന്ന പീപ്പിൾ വാർത്തയെ തുടർന്നാണ് നടപടി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യുവജന വിഭാഗം സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂരിനെതിരെയാണ് വിദ്യാഭ്യാസ വകുപ്പ് വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചത്. സ്കൂളിലെത്താതെ ഹാജർ പട്ടികയിൽ ഒപ്പിട്ട് ശമ്പളം വാങ്ങുന്നുവെന്ന പരാതിയിലാണ് അന്വേഷണം. ഇത് സംബന്ധിച്ച് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, സ്കൂൾ മാനേജർ അബൂബക്കർ ഹാജി എന്നിവരിൽ നിന്ന് തെളിവെടുത്തു. സ്കൂളിലെത്താതെ മുസ്ലിം ലീഗ് വേദികളിൽ പ്രസംഗിക്കുന്നതിന്റെ ഫോട്ടോകൾ, ഹാജരാകാതെ പട്ടികയിൽ ഒപ്പുവെച്ചതിന്റെ തെളിവുകൾ, പട്ടികയിൽ തിരുത്തൽ വരുത്തിയത്, ഒപ്പിടാതെ കോളം ഒഴിച്ചിട്ടത് എന്നിവ സംബന്ധിച്ചതിന്റെ തെളിവുകൾ മാനേജ്മെന്റ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. വിദേശയാത്രയിലുള്ള സമയത്ത് പട്ടികയിൽ ഒപ്പുവെച്ച് തട്ടിപ്പ് നടത്തുന്നത് പീപ്പിൾ ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. 2012 സെപ്റ്റംബറിൽ ഇതേ കാര്യത്തിന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ അബ്ദുൾ സമദ് പൂക്കോട്ടൂരിനെ PTA ഇടപെട്ട് തിരിച്ചെടുക്കുകയായിരുന്നുവെന്ന് സ്കൂൾ മാനേജർ പറഞ്ഞു. കണക്കില്ലാത്ത ലീവ് എടുക്കുന്നുണ്ട്. അത് പിന്നെ ആദ്യം ഒപ്പിടും, ചിലപ്പോൾ CL ആക്കും, പിന്നെ കറക്ഷൻ നടത്തിയാണ് പോവുക. ബ്ലാങ്ക് ആക്കി അച്ഛമ്മനെ കൊണ്ട് ഇടിക്കുക, എന്നിട്ട് ഹജ്ജിന് പോയി വന്നാലും അതിനവിടെ ഒപ്പിടുക. പിന്നെ സ്കൂളിൽ ക്ലാസ്സിൽ വന്നാൽ തന്നെ അയാൾ ഒപ്പിട്ടാണ് അയാൾ ഇറങ്ങി പോവുക. മരണം, ജനനം പറഞ്ഞാണ് ഓരോ കല്യാണ പ്രസംഗത്തിന്, മത സമ്മേളനത്തിൽ, മന്ത്രിമാരുടെ യോഗത്തിൽ, എല്ലാത്തിലും അയാൾ പങ്കെടുക്കും. അതേസമയം KER ചട്ടത്തിലെ 51A പ്രകാരം പണം നൽകാതെ നിയമനം തേടിയതിലുള്ള കെറുവാണ് മാനേജർക്കെന്നാണ് പൂക്കോട്ടൂരിന്റെ വാദം. EK അബൂബക്കർ മുസ്ലിയാർ, കണ്ണിയത്ത് ഉസ്താദ് തുടങ്ങിയ മുസ്ലിം പണ്ഡിതർ നേതൃത്വം നൽകിയ സമസ്തയുടെ ഒരു നേതാവ് തട്ടിപ്പുകേസിൽ അന്വേഷണം നേരിടുന്നത് ഇതാദ്യമായാണ്. KT സ്വാലിഹ്, മലപ്പുറം.